ഈ പൊളിച്ചൊക്കെ നമ്മളെല്ലാരും ബൈക്ക് കൊടുത്തേടാ പോകുന്നതെന്ന് അറിയോ? വേഗം ബാ, നിങ്ങൾ ഫുള്ള് കാണിത്. നമ്മളെല്ലാരും കൂടി 100 വട്ടം പോയി കഴിഞ്ഞാലും അടുക്കാത്തൊരു സ്ഥലം ഉണ്ടെങ്കിൽ അത് വയനാട് തന്നെ ഉള്ളൂ. എന്താണെന്നറിയില്ല, ഇവിടെ പോയാലും മതിയൊരാത്തൊരു സ്ഥലമായി പോയി. ഇവിടെ എത്തിക്കഴിഞ്ഞാലും ആ ഫസ്റ്റ് ചുരത്തുമ്പോൾ ചായ കുടിക്കാണ്ട് മതിയാവില്ല. ആ കാടമുട്ടയും ചായ കുടിക്കണമെങ്കിൽ ആ ഫസ്റ്റ് ചുരത്തുമ്പോൾ തന്നെ കുടിക്കണം. അതിന്റെ സുഖം ആടനാ കിട്ടുള്ളൂ. അങ്ങനെ വേഗം ചായ മോന്തിട്ട് നമ്മൾ വേഗം മേലേക്ക് പോയി. ഒരു മിനിറ്റ്, ഇവിടെയുള്ള കുരങ്ങന്മാർക്കെല്ലാം എന്ത് കിബിറുന്നാ പറയേണ്ട, ഒരു ഫോട്ടോ നമ്മൾ നിന്നിരുന്നില്ല. വല്ലാത്ത കുരങ്ങന്മാരനെ ആദ്യം നമുക്ക് ആഴ്ചക്ക് ഒരു ലീവുള്ള സമയത്ത് ഇങ്ങനെ കണ്ട സ്ഥലത്തെല്ലാം എത്തിച്ചേരലുണ്ടായിരുന്നു. പിന്നെ ആരെല്ലാം എല്ലാവർക്കും തിരക്കും പറ്റപ്പാടില്ലാം ആയിപ്പോയത്. എന്നിട്ട് കയറ്റം കയറി പോയി കഴിഞ്ഞാൽ മേലെ വയനാട് മൊത്തം കാണുന്ന ഒരു വ്യൂ ഉണ്ട്. മേലെ നമ്മളെല്ലാവരും ഈ സ്വഭേന്റെ നേരത്തെ വന്നോണ്ട് തന്നെ ഗേറ്റിൽ അടിച്ചിട്ടുള്ളത്. നമ്മളെല്ലാവരും അതിൽ ചെയ്തത്. അതോ മേലെ കയറുമ്പോഴത്തേക്ക് തളർന്നു വയ്ക്കുക. എന്നാലും വയ്ക്കില്ല, നല്ല കിടിലൻ സ്ഥലട്ടാ. അങ്ങനെ ആട് നിറങ്ങിയിട്ട് ഉള്ള എണ്ണയും വെച്ചിട്ട് നമ്മൾ നേരെ പോയത് ബാവലി എന്ന സ്ഥലത്തേക്കാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും ഇങ്ങനത്തെ സ്ഥലത്ത് പൊരെടുത്താൽ മതി. എന്തൊരു സമാധാനം ഉണ്ട് അവിടെ എല്ലാം പൊരെടുത്ത് കഴിഞ്ഞാൽ തന്നെ. ഇവിടെ വന്നതിൽ ഏറ്റവും കൂടുതൽ മുതലായി ഇവനിക്കായിരിക്കും. എത്ര ഫോട്ടോ ഇവന് ഭാര്യയും വലിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ വരുന്ന നേരത്തെ കുച്ചാഴ്ച എടുത്തപ്പോൾ കൂടി ഇങ്ങ് വന്നത്. എനിക്ക് പിന്നെ നിങ്ങൾക്കെല്ലാം കാണാൻ വേണ്ടി വ്ലോഗ് എടുക്കണ്ട, അതിനും വേണ്ടി ഇവന്റെ മേത്ത് കുരങ്ങാൻ പറ്റിയ പോലെ പറ്റേ എതുക്കാൻ. ഇവിടെ എത്തിയോകമാണ് നല്ല പ്രതീക്ഷിക്കാത്ത കോട കിട്ടിപ്പോയി കുറ്റാഴ്ച എടുത്തുമ്പോൾ. കുറച്ചും കൂടി നല്ലോണം പൈസ ഉണ്ടെങ്കിൽ ഇങ്ങനെ കണ്ട സ്ഥലത്തെല്ലാം ദിവസം ഇങ്ങനെ പോയാൽ മതിയാണ്. നമ്മൾ പിന്നെ ഇങ്ങനെ കണ്ട സ്ഥലത്തെല്ലാം എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ കുളിക്കാണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ തൃപ്തിയാവില്ല. എവിടെങ്കിലും കയറി കുളിക്കണം. അങ്ങനെ ഇങ്ങനെ അടിച്ചു വരുന്ന വെള്ളമായിട്ട് നല്ല തണുപ്പ്, നല്ല ക്ലിയറുള്ള വെള്ളമോ. ഇതൊരു സുഖം ഇങ്ങനെ കുളിക്കാൻ. ഇറങ്ങി വന്ന പോലെ നല്ല കയറുമ്പോൾ എന്താ പൂപ്പിലിട്ടിട്ട് അങ്ങനെ ഊരായിരുന്നത്. ആകപ്പാട് എല്ലാവർക്കും കിട്ടിയൊരു ലീവേനോ എല്ലാം കൊണ്ടൊക്കെ മുതലായി പോയി. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് അൽക്കാൻ വന്നതിലേക്കാ. പള്ളിയിൽ നിന്ന് പയിച്ചിട്ട് എന്തെല്ലോ കരയുന്നത് പള്ളിയിൽ നിന്നല്ലോ. അങ്ങനെ വേണ്ട പോലെ നല്ല മൂക്കാറ്റം നല്ലോണം തിന്ന് ഇനിമേയും പോരെ പോയി ഉറങ്ങാൻ നോക്കട്ടെ. ഉറക്കൂക്കി നിൽക്കാൻ തന്നെ ആയിരുന്നില്ല.